ഹായ് ഗായ്സ്. മോനെ ബാ. ഒരു കുറച്ച് ലേറ്റായി. എല്ലാവരോടും ഒരു സോറിയോടെ ഞാൻ തുടങ്ങുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ പ്ലീസ്. പിന്നെ കുറച്ച് പരിപാടികളും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ അതാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. മുഖം കാണുമ്പോഴും നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് മുടിയൊക്കെ വെട്ടി കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കട്ടിക്ക് മുടിയും താടിയൊക്കെ വെട്ടുന്നത്. ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണം. സോ അതാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. സോ ഒരു സോറിയോടെ തന്നെ ഐ സിൻസിയർലി അപ്പോളജൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി. നോട്ട് എ റിവ്യൂ എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ഒപ്പീനിയൻ വീഡിയോയിൽ എന്താ പറയുക 4 സിനിമകളെ കുറിച്ചാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കില്ല. ജസ്റ്റ് ആ ഒരു മെയിൻ കോർ പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു വീഡിയോ ആയിരിക്കും. ആദ്യം തന്നെ ലാസ്റ്റ് മന്ത് ജൂലൈ 26 റിലീസ് ചെയ്തൊരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നൈറ്റ് അറ്റ് ദ മ്യൂസിയം സീരീസ്, അതേപോലെ പിങ്ക് പാന്തർ, അതേപോലെ ഫ്രീ ഗൈ എന്ന് പറയുന്നത് ഇപ്പം റയൻ റെനോൾഡ്സിൻ്റെ തന്നെ റീസെൻ്റ് എന്ന് പറയുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു 1 or 2 years ബിഫോർ റിലീസ് ചെയ്തൊരു സിനിമയാണ് ഫ്രീ ഗൈ എന്ന് പറയുന്നത്. അപ്പോൾ അതും എല്ലാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ പുള്ളിക്കാരൻ്റെ തന്നെ ദ ആഡം പ്രോജക്റ്റ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു സിനിമയുണ്ട്. അതും ഈ ഷോൺ ലെവി എന്ന് പറയുന്ന ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ടെലിവിഷൻ സീരീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെബ് സീരീസിലോട്ട് വരുന്ന സമയത്ത് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള വെബ് സീരീസ് ഒരു കുറച്ച് എപ്പിസോഡ്സ്, എനിക്ക് ഒരു 8 എപ്പിസോഡും പിന്നെ സീസൺ 4 എന്തോ ഒരു എപ്പിസോഡും പുള്ളിക്കാരനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ പുള്ളിക്കാരൻ ഒരു കിടിലൻ സംവിധായകനാണ്. ഈ സിനിമ കണ്ടപ്പം നമുക്ക് ക്ലാരിഫൈ തരുന്നുണ്ട്. സോ ആദ്യമേ ഞാനൊരു മാർവൽ ആരാധകനാണ്. പക്ഷേ മാർവൽ ആരാധകനാണെങ്കിലും ഡി സി ആരാധകരാണെങ്കിലും കുറച്ച് നാളായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു ക്ഷീണമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് എൻജോയ് ചെയ്തത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്ന് പറയുന്നത്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ലാസ്റ്റ് റിലീസ് ചെയ്ത സ്പൈഡർമാൻ്റെ 3 സ്പൈഡർമാനൊക്കെ വരുന്ന ടോബി മഗ്വയറും ആൻഡ്രൂ ഗാർഫീൽഡൊക്കെ വരുന്ന, അതേപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ ഉള്ള ആ ഒരു സ്പൈഡർമാൻ സിനിമയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആ സ്പൈഡർമാൻ മൂവിക്ക് ശേഷം എനിക്ക് തോന്നുന്നില്ല നമ്മളെ ഒരു മാർവൽ ഫാൻ ആണെങ്കിലും ഡി സിയുടെ മൂവീസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ ഇതിലും എനിക്ക് വലുതായിട്ടൊരു സാറ്റിസ്ഫൈങ് ആയിട്ടൊരു സിനിമ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയുക ഹൊറർ മൂഡിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ടൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻറ്റ്മാൻ്റെ സിനിമ വന്നു, ക്വാണ്ടമേനിയ എന്ന് പറയുന്നത്. അതും വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. മാർവൽസ് വന്നു, അതിലെനിക്ക് കുറച്ച് കുഴപ്പമില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ആയിരുന്നു ഈ ഇറങ്ങിയതിൽ. പിന്നെ വക്കാൻഡ ഫോർ എവറും കുഴപ്പമില്ലായിരുന്നു. അതൊരു ഭയങ്കര ഡാർക്ക് മാർവൽ സിനിമകളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫൺ എലമെന്റ് എപ്പോഴും കാണും. നമുക്ക് എന്താ പറയുക ധൈര്യമായിട്ട് പോയിരുന്ന് കണ്ട് ചിരിച്ച് ആസ്വദിച്ച് ത്രില്ലടിച്ച് എക്സൈറ്റായി കാണാൻ പറ്റുന്ന ഒരു ജോണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സോ അങ്ങനെ ഒരു സിനിമ കുറേ നാളിന് നമുക്ക് കുറേ ലോക്കി വെബ് സീരീസും ഈ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി എന്ന് പറയുന്ന രണ്ടും ഒഴിച്ചെടുത്താൽ എനിക്ക് തോന്നുന്നില്ല വേറൊന്നും അത്രയും ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിരുന്നത്. ബട്ട് ഡെഡ്പൂൾ, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഡെഡ്പൂൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ മാർവലിനെ രക്ഷിക്കാൻ പോവുകയാണ്, ഞാൻ മാർവലിൻ്റെ പ്രൊട്ടക്ടറാണ്. സോ സംഭവം സത്യം പറഞ്ഞാൽ ലിറ്ററലി ഇറ്റ്സ് ദാറ്റ്. ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം
സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഭയങ്കര വലിയ കഥയോ അല്ലെങ്കിൽ ഭയങ്കര തോട്ട് പ്രോസസ്സിൽ എടുത്തിരിക്കുന്ന കഥയെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ സിനിമ എടുത്തിരിക്കുന്ന രീതി, ആ സ്റ്റാർട്ടിങ് ഒന്നും വേണ്ട, ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് തൊട്ട് എനിക്ക് തോന്നുന്നില്ല, ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് തൊട്ട് മിഡ് ക്രെഡിറ്റ്സ് വരെ ഫൺ, ചിരിച്ച് ക്ലാപ്പ് അടിച്ച് വിസിലടിച്ച് കണ്ടൊരു സിനിമ മാർവലിൻ്റെ എനിക്ക് തോന്നുന്നില്ല. എൻഡ് ഗെയിം ഒക്കെ കഴിഞ്ഞ് അതേപോലെ സ്പൈഡർമാൻ അതും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമ ഞാനൊരു നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ തന്നെ ഇരുന്ന് കണ്ടത്. പൊളിയായിട്ട് എൻജോയ് ചെയ്ത്, അതേപോലെ കുറേ നല്ല ക്യാമിയോസ് ഉണ്ട്, കുറേ നല്ല ഇൻട്രൊഡക്ഷൻസ് ഉണ്ട്. എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. അതിലിപ്പോൾ ഹ്യൂ ജാക്ക്മാൻ ആയാലും റയൻ റെയ്നോൾഡ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവരുടെ രണ്ടുപേരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ എനിക്ക് തോന്നുന്നു മൈൻഡ് ബ്ലോയിങ് ആണ്. അത് നമുക്ക് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. റയൻ റെയ്നോൾഡ്സ് സ്കോർ ചെയ്തെന്നോ അല്ലെങ്കിൽ ഹ്യൂ ജാക്ക്മാൻ സ്കോർ ചെയ്തെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ എക്സ്മാൻ, അതിൻ്റെ കോൺസെപ്റ്റ്സ്, അതേപോലെ ഫാന്റാസ്റ്റിക് ഫോർ, അതെല്ലാം ഇനി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ മാർവലിലോട്ട് ക്ലബായി അല്ലെങ്കിൽ മാർവലിലോട്ട് എങ്ങനെ ലൈക്ക് കൺജോയിനായി വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ള കുറച്ച് ഹിൻസും അതേപോലെ വരാൻ സാധ്യത ഉണ്ടെന്ന് നമ്മളോട് പറയുന്ന രീതിയിലുള്ള സീൻസൊക്കെ ഇതിനകത്തുണ്ട്. കുറേ നല്ല ക്യാമിയോസ് ഉണ്ട്. ഞാൻ ഈ ക്യാമിയോസ് ഒന്നും ആരൊക്കെയാണ് ക്യാമിയോ ഒന്നും എനിക്കറിയില്ല. അത് അറിയാതാണ് ഞാൻ ഇപ്പോൾ സിനിമ കണ്ടത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി, ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടിരുന്ന കണ്ടൊരു സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ആവുന്നു. കാരണം കഴിഞ്ഞ മാസം ജൂലൈ 26 സിനിമ റിലീസ് ചെയ്തത്. ഇപ്പം ഇന്ന് 22, 23 സോ ഓൾമോസ്റ്റ് ഒരു മാസമായി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. സോ തീർച്ചയായിട്ടും പോയി കാണുക. 3Dയിൽ കാണാൻ ശ്രമിക്കുക. ഞാൻ 3Dയിലാണ് കണ്ടത്. 3Dയിൽ കാണാൻ ശ്രമിക്കുക. പൊളിപ്പടം, ഫൺ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ എന്ന് പറയുന്നത് TVA, നമുക്ക് ലോക്കിയുടെ വെബ് സീരീസ് ഫോളോ ചെയ്തവർക്കറിയാം. TVA, ടൈം വേരിയൻസ് അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ ഒരാൾ ഡെഡ്പൂളിനൊരു മിഷൻ കൊടുക്കുകയും ഡെഡ്പൂള് ആ മിഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നതിൻ്റെ കൂടെ ഡെഡ്പൂളിൽ ആ മിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി വോൾവറിൻ്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും വേണ്ടി വരുന്നതും അതെങ്ങനെ വോൾവറിനെ പുള്ളിക്കാരൻ കൊണ്ടുവരുന്നു, അതെങ്ങനെ ആ മിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ ഈ പുള്ളിക്കാരനെ സഹായിക്കാൻ വരുന്നു, അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ അതൊക്കെയാണ് സിനിമയിൽ ഒരു എന്താ പറയുക കഥ. അല്ലെങ്കിൽ പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമ എടുത്തിരിക്കുന്ന രീതി തന്നെയാണ്. ഈ ഡെഡ്പൂൾ വോൾവറിൻ്റെ കോമ്പിനേഷൻ സീക്വൻസസ് എല്ലാം പൊളിയാണ്. അവരുടെ ഹ്യൂ ജാക്ക്മാൻ വളരെ വോൾവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിയാമല്ലോ, ആ ഒരു കോൾഡ് നേച്ചറും. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ ബൈ ബൈ എന്ന് പറഞ്ഞ ഇൻസിങ്കിൻ്റെ ലൈക്ക് മ്യൂസിക് വീഡിയോ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എക്സ്മാൻ ഏത് പാർട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എക്സ്മാൻ ആക്ച്വലി ഒരു സിനിമയിൽ അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബിലൊക്കെ ഇപ്പോൾ അത് ആ സ്റ്റോറി വന്നിട്ടുണ്ട്. എക്സ്മാനിലൊരു എക്സ്മാൻ്റെ ഏത് പാർട്ടാണെന്ന് എനിക്ക് പാർട്ട് ലൈക്ക് സെക്കൻഡ് പാർട്ടാണെന്ന് തോന്നുന്നു എക്സ്മാൻ്റെ. സോ അതിനകത്ത് ഈ വോൾവറിനും എക്സ്മാൻ്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പാട്ടിടുന്ന സമയത്ത് വോൾവറിനത് ഇഷ്ടപ്പെടില്ല. വോൾവറിന് ഓഫ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ആയിട്ട് ബൈ ബൈ എന്നുള്ള സോങ് യൂസ് ചെയ്തിരിക്കുന്നതും പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളി. സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. സോ അതാണ് എനിക്ക് ഡെഡ്പൂൾ ആൻഡ് വോൾവറിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു ഫൺ സിനിമ അല്ലെങ്കിൽ ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈനർ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അത് കഴിഞ്ഞിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ അടുത്ത സംസാരിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമയാണ്. വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന മമ്മൂക്ക, ബിന്ദു പണിക്കർ മാം, അതേപോലെ എന്താ പറയുന്നത് അബു സലീം ചേട്ടനുണ്ട്, അതേപോലെ ദിലീഷ് പോതൻ സാറുണ്ട്, പിന്നെ രക്ഷിത് ഷെട്ടിയാണ് ഇതിനകത്ത് വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ക്യാമിയോ ഉണ്ട്, ഒരു വോയിസ് ക്യാമിയോ ക്ലൈമാക്സിലുണ്ട്. അത് സിനിമ കാണാത്തവരാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ പറയുന്നില്ല.
സോ ടർബോ എന്ന് പറയുന്ന സിനിമ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഒരു മാസ് മസാല ആക്ഷൻ ജോണറിൽ പെടുന്ന ഫാമിലിയോടൊപ്പം ഇരുന്ന് നമുക്ക് എന്താ പറയുന്ന ഒരു അടിപ്പടം കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. കഥ എന്ന് പറയുന്നത് ടർബോ ജോസ് മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. പുള്ളിക്കാരൻ നമ്മുടെ എല്ലാ നാട്ടിലും ഈ എന്താ പറയുന്നത് യുവാക്കൾക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഒരു ചേട്ടായി അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ചേട്ടായി ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു ക്യാരക്ടറാണ് ടർബോ ജോസിൻ്റെ ക്യാരക്ടർ. എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന അവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു ഒരു ചേട്ടൻ ഒരു ചേട്ടനെ പോലെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. സോ ശബരീഷ് വർമ്മ ഇതിൽ ജെറി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ജെറിക്ക് ഒരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് എന്താ പറയുക സബലീകരിക്കാൻ വേണ്ടി ടർബോ ജോസ് എടുക്കുന്ന ഒരു ഡിസിഷൻ അത് കുറച്ച് പാളിപ്പോകുന്നതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതും പുള്ളിക്കാരൻ ചെന്നൈയിലോട്ട് മാറുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു സ്കാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കാമിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് സിനിമ. ഒരു പാരലൽ പ്ലോട്ടായിട്ട് പോകുന്നുണ്ട്. എനിക്ക് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസസ് ആണ്. ഇപ്പം തുടക്കത്തിലുള്ള പള്ളിപ്പെരുന്നാൾ അടി തൊട്ട് ലാസ്റ്റുള്ള ക്ലൈമാക്സിലെ ഫൈറ്റ്, അതേപോലെ കാർ ചേസ്, ഒരു രക്ഷയില്ല. പൊളി. അത് എന്താ പറയുക നമ്മളിനി കഥ ഇതുപോലൊരു മാസ് മസാല ആക്ഷൻ ജോണറിൽ നമുക്ക് വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വലുതായിട്ട് നമ്മൾ സ്റ്റോറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കമേഴ്ഷ്യൽ ഒരു ബേസ്ഡ് എൻ്റർടൈനർ ആയിരിക്കും. സോ പക്ഷേ എന്നാൽ പോലും ഒരു ചെറിയ കോൺസെപ്റ്റ്, ഒരു ചെറിയ കഥ ഇതിനകത്ത് പാരലൽ പ്ലോട്ടായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ പോയിന്റിലും ഒരു ആക്ഷൻ സീക്വൻസസ് വരുന്നുണ്ട്. നല്ല കിട്ടില്ല. ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചിലർ ഒരു ഭയങ്കരമായിട്ടൊരു സ്റ്റോറി എക്സ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സീരിയസ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആ ഒരു സ്റ്റോറി ബേസിൽ സിനിമ പോകുന്നത് അത് അവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു പക്കാ കമേഴ്ഷ്യൽ പടമാണ്. എന്താ പറയുക പോപ്കോണോ എന്തെങ്കിലും കുറിക്കാനോ എടുത്തിട്ട് ധൈര്യമായിട്ട് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് സോണി ലൈവിലാണ് സ്ട്രീമിംഗ് ആയിട്ടുള്ളത്. സോ സോണി ലൈവിൽ ധൈര്യമായിട്ടിരുന്ന് കാണുക. സോ അതുപോലൊരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കമേഴ്ഷ്യൽ പടമാണ്. അതുപോലെ ഉള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. സോ അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ബാക്കിയുള്ളവരും വേണമെങ്കിൽ ഇത് കണ്ടു നോക്കുക. കാരണം മമ്മൂക്ക പറഞ്ഞ പോലെ ഒരു ടിക്കറ്റ് എടുത്ത് നോക്കുന്ന പറഞ്ഞ പോലെ ഒരു വട്ടം കണ്ടു നോക്കൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. സോ അതാണ് എനിക്ക് ടർബോയെ കുറിച്ച് പറയുന്നത്. നല്ലൊരു സിനിമയാണ്. നല്ല ആക്ഷൻ ജോണറിൽ വരുന്ന നല്ല കിട്ടലായിട്ട് എടുത്തിരിക്കുന്ന മേക്കിംഗ് ആണ് ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടർബോൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കഥയാണ്. പക്ഷേ ആ കുഞ്ഞു കഥയെ ഫൈറ്റ് സീക്വൻസ് എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അതേപോലെ ഷോർട്സ് ഒക്കെ പൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് കിടിലമായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി കിടിലമായിട്ട് തോന്നി. സോ അതാണ് എനിക്ക് ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാം. സോ നമുക്ക് അടുത്ത സിനിമയിലോട്ട് പോയാലോ. ഞാൻ സംസാരിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ള. എബി തെരേസ പോൾ എന്ന് പറയുന്ന സംവിധായകനാണ്. എനിക്കൊന്ന് ഇതിനു മുമ്പ് മെമ്പർ രമേശൻ, 9ാം വാർഡ് എന്ന് പറയുന്ന അർജുൻ അശോകൻ, അതേപോലെ ചെമ്പൻ വിനോദ് എന്നിവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഒരു കോമഡി നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ആ പടത്തിൻ്റെ ഡയറക്ടറാണ് പുള്ളി. ആ പടത്തിൻ്റെ ഡയറക്ടറും റൈറ്ററും പുള്ളിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടമാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്നത്. എനിക്ക് സാൻഡ്ര തോമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഷെയ്ൻ നിഗം, ബാബുരാജ് ചേട്ടൻ, അതേപോലെ മഹിമ നമ്പ്യാർ, ഷൈൻ ടോം ചാക്കോ, രഞ്ജി പണിക്കർ, പാർവതി, മാല പാർവതി എന്ന് പറയുന്നത് അവരൊക്കെയാണ്. അതേപോലെ ജാഫർ ഇടുക്കി ചേട്ടൻ, അവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് സിനിമയുടെ കഥ ഷോർട്ടായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ 3 പ്രണയകഥകളും ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയാണ്. ഈ 3 പ്രണയകഥകൾക്കും 3 ടെൻഷൻസ് ഉണ്ട്. സോ ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ ഇപ്പോൾ ഷെയ്ൻ നിഗം, ബാബുരാജ് ചേട്ടൻ, മാല പാർവതി ചേച്ചി, അതേപോലെ രഞ്ജി പണിക്കർ,
അതേപോലെ ബാബുരാജേട്ടൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരുണ്ട്, പുള്ളിക്കാരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഷൈൻ ടോം ചാക്കോ. ഇവർക്ക് എല്ലാവർക്കും ഓരോ ടെൻഷൻസും കൺഫ്യൂഷൻസും അതേപോലെ എല്ലാം ഉണ്ട്. സോ ആ ടെൻഷൻസിലൂടെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ഷെയ്ൻ നിഗത്തിന് ഈ 3 ലവ് സ്റ്റോറിക്കും ബന്ധമുണ്ട്. സോ ആ ഒരു 3 ലവ് സ്റ്റോറി ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കോൺസെപ്റ്റ്സും ഒക്കെയാണ് സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ സിനിമ കാണാത്തവർക്ക് വേണ്ടി ഞാനത് പറയുന്നില്ല. കാരണം നമ്മൾ ആ കോൺസെപ്റ്റ് കാണുമ്പോൾ തന്നെ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വില്ലേജിലാണ്. അപ്പം അതുപോലൊരു വില്ലേജിൽ ഇതെങ്ങനെ ഇവർ നാട്ടുകാരെങ്ങനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അതുപോലൊരു കോൺസെപ്റ്റ് എങ്ങനെ ഇവർ ശരിവെക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൂടെ ലൈറ്റ് ഹ്യൂമറായിട്ട് കടന്നു പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അത് ഡീൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്നത് നല്ലൊരു കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഫാമിലിയോടൊപ്പം ഇരുന്ന് വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള മൂന്ന് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഷെയ്ൻ നിഗം അതേപോലെ ബാബുരാജേട്ടൻ. ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരുടെയും ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും, ഷെയ്ൻ നിഗവും ബാബുരാജേട്ടനും രണ്ടുപേരും അച്ഛൻ മകനാണ്. അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കാരണം ഷെയ്ൻ നിഗം കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും പുള്ളിക്കാരൻ ഇതേപോലെ കോമഡി ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. സിബി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്, സിമ്പിൾ സിബിച്ചൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ 3 പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അയാൾ ഇങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്റ്റോറി പ്ലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് മഹിമ നമ്പ്യാരുടെ ക്യാരക്ടറും ആ പുള്ളിക്കാരിക്കും ഒരു ടെൻഷനുണ്ട്. സോ ഈ സിനിമയിലെ എല്ലാ പ്രധാന കഥാപാത്രങ്ങൾക്കും ഈ 3 പ്രണയകഥകളുമായിട്ട് ബന്ധമുണ്ട്. ആ 3 പ്രണയകഥകളും ഇപ്പോൾ ജാഫർ ഇടുക്കി ചേട്ടൻ, ബാബുരാജേട്ടൻ, അതേപോലെ ബാബുരാജേട്ടൻ്റെ ലവ് ഇൻട്രസ്റ്റ് സിബിച്ചൻ, ഇവരുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാം ഒരിടത്താണ് നടക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ആ ലവ് സ്റ്റോറിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അടുത്തെന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ, ആ പുള്ളിക്കാരൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് രഞ്ജി പണിക്കരേട്ടൻ, അതേപോലെ മാല പാർവതി മാം, മഹിമ, സിബിച്ചൻ, അതിനകത്ത് സിബിച്ചൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിബിച്ചൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അതും ഇതുമായിട്ട് കണക്റ്റായി ഒരു കൺഫ്യൂഷൻ ക്യാവസ് ഇല്ല, എന്നാൽ പോലും ഒരു കുറച്ച് അതുകൊണ്ടുണ്ടാകുന്ന ടെൻഷൻസും പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് സിനിമ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മേ ബി എൻ്റെ മൂഡ് കുറച്ച് ലൈറ്റ് ആക്കിയതുകൊണ്ടാണോ അതോ ഒരു എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്. ബാബുരാജേട്ടൻ്റെ ഒക്കെ കോമിക് ടൈമിങ് അപാരമാണ്. പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പക്ഷേ ഷെയ്ൻ ചേട്ടനാണെങ്കിൽ എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. ജാഫർ ഇടുക്കി ചേട്ടൻ ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ നെഗറ്റീവ് ഷെയ്ഡിലും പുള്ളിക്കാരനൊരു കോമിക് അല്ലെങ്കിൽ ഒരു കോമഡിയുടെ ഒരു എന്താ പറയുന്നത് ഷെയ്ഡ് കൊണ്ടുവന്ന് നല്ല രീതിയിൽ അവതരിപ്പിച്ചെടുത്തിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ജോണറിൽ പെടുന്ന ഒരു കോമഡി ഫീൽ ഗുഡ് ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു വട്ടം കാണുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സോ നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസ് ചെയ്ത ഓഗസ്റ്റ് 14 ചിലയിടത്ത് റിലീസായി. ഓഗസ്റ്റ് 15 അതിൻ്റെ പ്രോപ്പർ റിലീസ് ഉണ്ടായിരുന്നത്. സോ സിനിമയുടെ പേര് സ്ത്രീ 2 എന്നാണ്. ഒരു ഹിന്ദി സിനിമയാണ്. സോ സ്ത്രീ 2 എനിക്ക് ഒരിക്കലും എന്താ പറയുക, ഞാൻ മിസ് ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ചൊരു സിനിമയാണ്. കാരണം ആ സ്ത്രീ സീരീസ് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സോ ഇതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങിലായിരുന്നു ആക്ച്വലി. സോ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് ഒരുവിധം സെറ്റായതുകൊണ്ട് എനിക്ക് ആ സിനിമ കാണാൻ പറ്റി. ഞാൻ ഇന്നലെയാണ് ആ സിനിമ കണ്ടത് ആക്ച്വലി. സോ സ്ത്രീ സീരീസ് അല്ലെങ്കിൽ സ്ത്രീ, ഭേഡിയ, മുഞ്ചിയ, എന്താ പറയുക, ആ സീരീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് സ്ത്രീ 2.
ഒറ്റ ഒരു 1 സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു 1 ലൈനിൽ പറഞ്ഞു. കാരണം പൊളിപ്പടം, അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഓഡിയൻസിൽ, നല്ലൊരു തിയേറ്ററിലൊക്കെ നല്ലൊരു ആംബിയൻസിൽ കാണാൻ പറ്റിയ ഒരു രക്ഷയില്ലാത്ത പടം. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഇപ്പം മുഞ്ചിയ, അതേപോലെ എന്താ പറയുന്നത് ഭേഡിയ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ ഭേഡിയയുടെ മിഡ് ക്രെഡിറ്റ്സ്, അതേപോലെ മുഞ്ചിയുടെ മിഡ് ക്രെഡിറ്റ്സ് എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല പൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് എല്ലാം ഒരുമിച്ചാക്കിയിട്ടുണ്ട് സിനിമ. അതേപോലെ സിനിമയിൽ ക്യാമിയോസ് ഉണ്ട്. എന്താ പറയുന്നത്, ഞാനതൊന്നും പറയുന്നില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, കിടിലം പടം. ഇപ്പോൾ രാജ്കുമാർ റാവ് ആണെങ്കിലും ശ്രദ്ധ കപൂർ ആണെങ്കിലും, അതേപോലെ എന്താ പറയുന്നത് പങ്കജ് ത്രിപാഠി, അഭിഷേക് ബാനർജി, അപർ ശക്തി ഖുറാന, പുള്ളിക്കാരൻ, അതേപോലെ ഇതിനകത്ത് കുറച്ച് ക്യാമിയോസും വരുന്നുണ്ട്. സോ എല്ലാം നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് നല്ല കോമഡി, ലൈക്ക് സ്ലാപ്സ്റ്റിക് കോമഡി ആണെങ്കിലും, അതേപോലെ സിറ്റുവേഷണൽ ഹ്യൂമർ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഔട്ട്പുട്ട്. നമ്മൾ ആ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അതിനൊരു ഒരു ചന്തമാണ്, നല്ല കിടിലമാണ് പടം. നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ ഹൊറർ കോമഡി ജോണർ നമുക്ക് പ്രോപ്പറായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സ്ത്രീ 2. അതേപോലെ ആ സ്ത്രീയുടെ സീക്വലിനെ പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ജസ്റ്റിസ് കൊടുത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. കാരണം സ്ത്രീ നമുക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, ഫസ്റ്റ് പാർട്ട് കിടിലമായിട്ട് വന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന സമയത്ത് പാളി പോകാറുണ്ട്. സോ പക്ഷേ ഇത് ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന സീരീസിനെ കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്ത് ഇനി സ്ത്രീ 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ആ സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. കിടിലമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, കിടിലമായിട്ട് കാണാൻ പറ്റുന്ന, ഞാൻ സിനിമ തുടങ്ങിയപ്പം പറഞ്ഞ പോലത്തെ ഒരു ഡെഡ്പൂൾ ആൻഡ് വോൾവറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്താണോ പറഞ്ഞത് അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പടമാണ്. അതേപോലെ ഇതിനകത്ത് കുറച്ച് സിംബോളിഫിക്കേഷൻസ്, അതേപോലെ നമുക്ക് എന്താ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലൈക്ക് ഫിക്ഷണലൈസ് ചെയ്ത് നമുക്ക് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കിടിലമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് സ്ത്രീ 2 എന്ന് പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്തു. ലൈക്ക് ഞാൻ ഫാമിലിയോടൊപ്പമാണ് പോയത്, ഫാമിലിയും കിടിലമായിട്ട് എൻജോയ് ചെയ്തു. സോ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. ലൈക്ക് ഹാവ് എ ഗുഡ് വീക്ക്. അതേപോലെ എന്താ പറയുന്നത്, പിന്നൊന്നും പറയാനില്ല. സോ എല്ലാവർക്കും ലൈക്ക് എന്താ പറയുന്നത് സന്തോഷമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉള്ളവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്തെത്താൻ എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അതേപോലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. സോ ദാറ്റ് ലൈക്ക് വീഡിയോസ് വിൽ കം ടു യു അറ്റ് ദ റൈറ്റ് ടൈം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരു ഗുഡ് വീക്ക് നേർന്നുകൊണ്ട് അടിയളിയാ ഒരു പാട്ട്